ഇടം വലം നോക്കണ്ടാത്ത വടംവലി മത്സരമായി നമ്മുടെ കോളേജിലെ ഹൗസ് വൈസ് മത്സരങ്ങൾ തകൃതിയ നടന്നു. അങ്ങേയും ഇങ്ങേയും തുല്യമായ രണ്ട് ശക്തികൾ. തലനാഴിയിലേക്ക് ജയിക്കേണ്ട ടീം ഇവരുടെ ഒരൊറ്റ പ്രോത്സാഹനം കൊണ്ട് തോൽവിയുടെ പടികുഴികൾ ചവിട്ടി നീന്തി. വടം പോയ വഴി അവര് പോലും അറിഞ്ഞില്ല. ഒരൊറ്റയാൾ പോരാളിയെ പോലെ വടത്തിൽ ചവിട്ടിയ ഒരാൾ അവിടെ നിപ്പുണ്ടായിരുന്നു. ജയിച്ചവർക്ക് തുള്ളിച്ചാടാം, കുഴപ്പമില്ല. ഇനി തുണി വീഴുന്ന പോലെ കയറും പിരിച്ചുകൊണ്ട് ഒരു കൂട്ടർ ഫൈനൽസിനായി മുന്നോട്ട് വന്നു. കുറച്ച് വീരശൂര പരാക്രമികൾ ഇപ്പുറത്തും അണിനിരന്നു. ഘടികാരങ്ങൾ നിലയ്ക്കാത്ത സമയം മത്സരങ്ങൾ തുടങ്ങി തന്നെ ആവണം. കയറ് പിരിച്ചെടുത്ത കോൺഫിഡൻസിൽ പിള്ളേർ വടംവലി തുടങ്ങി. ഇതല്ല ഇതിലപ്പുറം ചാടിക്കറന്നവരാണ് ഈ കെ ജോസഫ് എന്ന മട്ടായിരുന്നു ഒരു കൂട്ടർ. ആറ്റിറ്റ്യൂഡ് എന്തായാലും വെറുതെ ആയില്ല. അങ്ങനെ വിജയം കയറ് പിരിച്ചവർക്ക് തന്നെ. പക്ഷെ ഒരു സൈഡ് ജയിച്ചതുകൊണ്ട് കാര്യമില്ല. തങ്ങളുടെ തുണി വീഴുന്നത് പോലുള്ള കയർ പിരിക്കുന്ന ടാറ്റിക്സുമായി അവർ വീണ്ടും കളത്തിലിറങ്ങി. തുടക്കത്തിൽ നമ്മുടെ ഓപ്പോസിറ്റ് നിന്ന വീരശൂര പരാക്രമികളുടെ കാലൊന്നിടറിയെങ്കിലും എതിരാളികളുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾ മനസ്സിലാക്കി അവരെ അവിടെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഒരു ടാറ്റിക്സിന് മറു ടാറ്റിക്സ് എന്ന് വേറൊരു ടാറ്റിക്സുമായി അവർ കളത്തിലിറങ്ങി. എന്തായിരുന്നു ആ രാജതന്ത്രം? അതെ, തുള്ളിച്ചാടിക്കൊണ്ടുള്ള വടംവലി. എതിരാളികളുടെ ആത്മവിശ്വാസം തച്ചുടച്ചുകൊണ്ട് പിൻപന്മാർ മുൻപന്മാരായി. അതെ, ഇനി നമുക്ക് വേണ്ടത് ഒരു ടൈ ബ്രേക്കർ ആണ്. ഞാൻ പലതരത്തിലുള്ള വടംവലി കണ്ടിട്ടുണ്ട്, ഇരുന്നും നിന്നും കിടന്നും. പക്ഷെ ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടുള്ള വടംവലി തന്ത്രം ആദ്യമായിട്ടായിരുന്നു കണ്ടത്. അപ്പൊ ജയിച്ചവര് ഹാപ്പി, തോറ്റവര് ഹാപ്പി, വന്നവരും നിന്നവരും പോയവരും ഒക്കെ ഹാപ്പി. അപ്പൊ നന്ദി, വീണ്ടും വരിക.